നമ്മുടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ബുദ്ധിയുടെ കാരകനായ, കുശലനായ, സാമർഥ്യത്തിലൂടെ, നയത്തിലൂടെ എന്നും നേടിത്തരുന്ന ബുധൻ, മെർക്കുറി എന്ന ഗ്രഹത്തിൻ്റെ ചരവശാലുള്ള വൃശ്ചികൻ രാശിയിലേക്കുള്ള മാറ്റവും അതെപ്രകാരം മേടം മുതലായ 12 രാശിക്കാർക്കും ഉണ്ടാക്കുന്ന ആനുകൂല്യങ്ങളും പ്രാതികൂല്യങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. വചനം ജ്ഞാനം ഇന്തോസ്തനൂജ, ഇന്തോഹോ തനൂജ. ചന്ദ്രൻ്റെ പുത്രനായ ബുധൻ വചനം, വാക്കാകുന്നു, ജ്ഞാനം അറിവാകുന്നു. അതിന് പുറമെ ബുധനെ കൊണ്ടാണ് നാം മാധുരന്മാരെയും അനന്തരവന്മാരെയും ഒക്കെ ചിന്തിക്കുന്നത്. ബുധൻ ജ്യോതിശാസ്ത്രത്തിലെ യഥാർത്ഥ ഗാംബ്ലറാണ്. ഏത് ഗ്രഹത്തിനോട് കൂടെ നിന്നാലും ആ ബുധൻ അതിൻ്റേതായ ഗുണങ്ങളെ പ്രദാനം ചെയ്യും. 12 ഭാവങ്ങളിലും വരാഹമിഹിര ആചാര്യനും ചമത്കാര ചിന്താമണിയിലും ബുധന് മാത്രമാണ് 12 ഭാവത്തിലും ബലം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, 8ാം ഭാവം, അഷ്ടമം എന്ന ഭാവത്തിൽ ഏത് ഗ്രഹം വന്നാലും വളരെ ദോഷമാണ്. അവിടെ വ്യാഴവും ശുക്രനും വന്നാൽ നീചഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അവിടെ പാപഗ്രഹങ്ങളായ സൂര്യനും ചൊവ്വയും ശനിയും ഒക്കെ വന്നാലും സ്വൽപാത്മജോ നിധിനകെ വികലക്ഷണ. ദൃഷ്ടികൾക്ക് വൈകല്യം, കണ്ണുകൾക്ക് വൈകല്യം വരിക, സന്താന വിഷയങ്ങൾക്ക് ക്ലേശമുണ്ടാക്കുക. പക്ഷേ 8ാം ഭാവത്തിൽ ബുധൻ വന്നാൽ ഒരൊറ്റ ഫലം മാത്രമേ ഹോരാചാര്യർ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ആ ഫലം? വിശ്രുത ഗുണാഹ. പ്രസിദ്ധങ്ങളായ ഗുണങ്ങളാൽ ഒരു വ്യക്തി ആദരിക്കപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവിടെയും ബുധൻ ഈ അഷ്ടമഭാവം നിൽക്കുന്നത് ഉച്ചക്ഷേത്രത്തിലും സ്വന്തം ക്ഷേത്രത്തിലും സുഹൃക്ഷേത്രത്തിലുമാണെങ്കിൽ അതിന് ബലം വരും. മറിച്ച് നീചരാശിയിലൊക്കെ അഷ്ടമത്തിൽ ബുധൻ വരികയാണെങ്കിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഉദാഹരണമായി ചിങ്ങൻ രാശിയായി അഷ്ടമത്തിൽ മീനത്തിൽ നീചസ്ഥനായ ബുധൻ നിൽക്കുകയാണെങ്കിൽ ആ ബുധൻ ആ വ്യക്തിയുടെ, ചിങ്ങൻ രാശിക്കാരുടെ ധനത്തിൻ്റെയും ലാഭത്തിൻ്റെയും അധിപനാണ്. അത് അങ്ങേറ്റം ദുർബലമായി 8ൽ വന്നാൽ ഒരു തരത്തിലും ഇദ്ദേഹത്തിന് ഫിനാൻഷ്യൽ കൺട്രോൾ ഉണ്ടാകില്ല. അങ്ങേയറ്റം തന്നെ വാക്കുകൾക്കും ഇദ്ദേഹം വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. ലാഭമൊക്കെ വെള്ളത്തിലായി പോകും. വളരെ മോശപ്പെട്ട ഒരു അനുഭവമാണ് അവിടെ അഷ്ടമത്തിൽ ബുധൻ നീചസ്ഥനായി വരികയാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ഗ്രഹത്തിൻ്റെ ബലം നാം ചിന്തിക്കണം. യഥാർത്ഥത്തിൽ ബലത്തിൻ്റെ അഷ്ടവർഗം സൂക്ഷിച്ച് അതിൻ്റെ അക്ഷങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ മാത്രമേ ജ്യോതിഷം കൊണ്ട് ഈ ഗ്രഹങ്ങളുടെ ശുഭാശുഭ ഫലങ്ങൾ എത്രത്തോളം വ്യക്തിയെ സ്വാധീനിക്കുമെന്ന വിഷയം നമുക്ക് പറയുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ബുധൻ വരുന്നത് വൃശ്ചികൻ രാശിയിലേക്കാണ്. എപ്പോഴാണ് ബുധൻ വരുന്നത്? 1201 തുലാമാസം 7-ാം തീയതി, അതായത് 2025 ഒക്ടോബർ മാസം 24-ാം തീയതി ബുധൻ എവിടെയാണ് പ്രവേശിച്ചിരിക്കുന്നത്? ഇത്രയും കാലം ബുധൻ തുലാൻ രാശിയിലായിരുന്നു. തൻ്റെ ഉച്ചക്ഷേത്രമായ കന്നി കഴിഞ്ഞ് സുഖക്ഷേത്രമായ തുലാൻ രാശിയിൽ പ്രവേശിച്ചു. ഇപ്പോൾ ബുധൻ നിൽക്കുന്നത് തൻ്റെ ശത്രുക്ഷേത്രത്തിലാണ്. ബുധനും ചൊവ്വയും പരസ്പര ശത്രുക്കളാണ്. ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന ബുധൻ. അതുമാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്, മേടവൃശ്ചിക രാശികളിൽ ബുധൻ്റെ ആശ്രയഫലം അത്ര ഗുണമല്ല. ദ്യൂതാന പാനരത നാസ്തിക ചോര നിസ്വഹ കുസ്ത്രീക കൂടകൃത് അസത്യരഥ കുജക്ഷേ അസത്യരജഹ കുജക്ഷേ. കുജൻ്റെ ക്ഷേത്രങ്ങളിൽ മേടത്തിലും വൃശ്ചികത്തിലും വരികയാണെങ്കിൽ സഹ സത്യരഥ ന, അയാൾ സത്യത്തിൽ രതിയുള്ള ആളല്ല, അദ്ദേഹം അസത്യരഥനാണ്. അയാൾ കളവ് പറയുന്ന വ്യക്തിയായിരിക്കുമെന്ന് ആദ്യം പറഞ്ഞിരിക്കുന്നു. ആ ശ്ലോകത്തിൻ്റെ അവസാനം അതാണ്, അസത്യരഥ കുജക്ഷേ. ദ്യൂത അന്ന പാന രഥ. ദ്യൂതം എന്നാൽ പഴയകാലത്ത് ചൂതാട്ടമാണ്, ഗാംബ്ലിംഗ് ആണ്. അന്നപാനരതിഹി, ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്, ഇതിൽ ഭയങ്കരം താല്പര്യമുണ്ടാവുക. നാസ്തിക ന അസ്ഥി നാസ്തിക, ആസ്തികത്വമില്ലാത്ത അവസ്ഥ, ദൈവവിശ്വാസം ഇല്ലാത്തൊരവസ്ഥ വരിക. ചോര നിസ്വഹ നിർഗതം സ്വം യസ്യസഹ, താൻ ഈ ദ്യൂതത്തിലൊക്കെ പെട്ട് പഴയകാലത്ത് ചീട്ടുകളി, മുച്ചീട്ടുകളി, അല്ലെങ്കിൽ ഇന്ന് ലോട്ടറി എടുക്കുക, ഗാംബ്ലിംഗ്, ഇതിലൊക്കെ തന്നെ ഭാഗ്യം പരീക്ഷിച്ചിട്ട് നിസ്വഹ തൻ്റെ ധനം കൈവിട്ടു പോകും. കുസ്ത്രീക, കുൽസിതയായ സ്ത്രീകളുമായിട്ടുള്ള അടുപ്പമുണ്ടാവുക. ഇതൊക്കെ മേടത്തിലെ ബുധൻ്റെ, അപ്രകാരം വൃശ്ചികത്തിലെ ബുധൻ്റെ ഫലം, ആശ്രയഫലം ഗുണപരമല്ല. അതിനാൽ നാം ശ്രദ്ധിക്കണം ഏതെല്ലാം രീതിയിൽ മേഷം മുതലായ 12 രാശിക്കാർക്കും ഈ ബുധൻ്റെ സ്വാധീനം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം. ഭഗവത്ഗീതയിലെ പ്രസിദ്ധമായ വാക്കുകളുണ്ട്. ദേവാൻ ഭാവയദാനേന തേ ദേവാ ഭാവയന്തു നഃ പരസ്പരം ഭാവയന്ത ശ്രേയപരം അവാപ്സ്യത.
സായിപ്പന്മാർ പറയും ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്. ആ രീതിയിലാകട്ടെ എല്ലാ ബന്ധങ്ങളും. ഏതായാലും മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങൾ നാം ചർച്ച ചെയ്യാം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. എത്ര കാലമാണ് ഈ ബുധൻ ഉള്ളതെന്നും കൂടി നിങ്ങളെ അറിയണം. തുലാമാസം 7-ാം തീയതി വൃശ്ചികത്തിലേക്ക് വരുന്ന ബുധൻ ഒരു മാസക്കാലം കൃത്യം വൃശ്ചിക മാസം 7-ാം തീയതി വരെ, അതായത് ഒക്ടോബർ 24 മുതൽ നവംബർ 24 വരെയുള്ള ഒരു മാസക്കാലം ആ രാശിയിലുണ്ട്. പെട്ടെന്ന് ഫലം ചെയ്യുന്ന ഗ്രഹമായിരിക്കും ബുധൻ. അതിനാൽ ഈ ബുധൻ്റെ ശുഭാശുഭഫലങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. മകപുരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് വളരെ നല്ല ഭാവത്തിലാണ്, കേന്ദ്രസ്ഥനായി 4-ാം ഭാവത്തിൽ നിൽക്കുന്നു ബുധൻ. ചിങ്ങൻ രാശിയെ സംബന്ധിച്ചോളം 2 ഭാവങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹമാണ്. ചിങ്ങൻ രാശിക്കാരുടെ 2-ാം ഭാവാധിപനാണ് ധനാധിപനാണ്. അപ്രകാരം തന്നെ അവരുടെ ലാഭാധിപനാണ് 11-ാം ഭാവാധിപനാണ്. അതിനാൽ ഇവരുടെ വാക്ക്, ധനം, ലാഭം, ജ്യേഷ്ഠ സഹോദരങ്ങൾ, തങ്ങളുടെ മക്കൾ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ബുധനാണ് ജാതകത്തിൽ പ്രായണ ശത്രുക്ഷേത്രത്തിലാണെങ്കിലും കേന്ദ്രസ്ഥനായി 4-ാം ഭാവത്തിൽ നിൽക്കുന്നത്. ഇവിടെ തന്നെ കർമ്മമേഖലയിൽ തനിക്ക് നല്ല അധികാരം കിട്ടും. 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ എവിടത്തേക്ക് നോക്കുന്നു? 10-ാം ഭാവത്തിൻ്റെ കർമ്മസ്ഥാനത്തേക്ക് നോക്കുന്നു. ഇവിടെ നവംബർ 2 മുതൽ കർമാധിപനായ ശുക്രൻ വളരെ ശക്തമായി വരികയാണ്. ചിങ്ങൻ രാശിക്കാർക്ക് കർമ്മം നഷ്ടപ്പെടുക, കർമ്മത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവുക, അങ്ങേറ്റം ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതിൽ നിന്ന് സമാധാനമായി വേനലിനൊരു മഴ, ഊഷരതയിൽ നിന്നും ഉർവരതയിലേക്കുള്ള ഒരു മാറ്റം ഈ ബുധൻ കൊണ്ടുവന്നു തരും. ഏത് സമയത്തും ഫലം ചെയ്യും. തനിക്ക് ദേ ഫീൽ സം ഇമ്പോർട്ടൻസ് ആൻഡ് ദേ വിൽ ബി ഗെറ്റിംഗ് സം ഗുഡ് അപ്രീസിയേഷൻ ഇൻ ദർ കരിയർ പ്ലേസ്. തൻ്റെ വർക്ക് പ്ലേസ് നന്നാകാം, പുതിയ ജോലിക്ക് ശ്രമിക്കാം നവംബർ 2 മുതൽ. അപ്രകാരം തന്നെ വളരെ അനുകൂലമായി കർമ്മമേഖലയിൽ ഉണ്ടാകുന്ന പുതിയ അധികാരങ്ങൾ തൻ്റെ ബോസ് തരിക. ചതുർത്ഥേജരെ ചന്ദ്രജസ് ചാരുമിത്രോ വിശേഷാധിക ഭൂമിനാഥാം ഗണസ്യ, രാജാവിൻ്റെ അംഗീകാരം കിട്ടും. ഭവേത് ലേഖകോ ലിഖ്യദേവാ തദുക്തം, താൻ എഴുത്തുകാരനാവുക, താൻ പറയുന്നത് മറ്റുള്ളവർ എഴുതിയെടുക്കുക. തത് ആജ്ഞാപരേഹി പൈതൃകമെന്നോ ധനഞ്ഞ, പൂർവികമായ സ്വത്തിൻ്റെ വിഷയം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. പൂർവികമായ സ്വത്തിൻ്റെ വിഷയത്തിൽ തർക്കങ്ങൾ വരാം. രേഖാപരമായ ചതിവിൽപ്പെടാതെ നോക്കുക. പലപ്പോഴും 4-ലെ ബുധൻ പൂർവികമായ സ്വത്തിൻ്റെ വിഷയത്തിൽ ക്ലേശങ്ങൾ കാണാറുണ്ട്. പക്ഷേ 10-ലെ ബുധനാണെങ്കിലോ പൈതൃകമായ ധനം മുഴുവൻ തനിക്ക് ലഭിക്കുമെന്നും പറഞ്ഞിരിക്കുന്നു. അതിനാൽ ഇവിടെ രേഖാപരമായ വിഷയങ്ങൾ ഒക്കെ ശ്രദ്ധിക്കണം. അമ്മയുടെ ആളുകൾ, അമ്മാമന്മാർ, മരുമക്കളുമായി ബന്ധപ്പെടുന്ന ചില തർക്കങ്ങളൊക്കെ പൂർവികമായ സ്വത്തിൻ്റെ വിഷയത്തിൽ പെടാം. ഈ 4-ാം ഭാവത്തിലെ ബുധനെപ്പറ്റി ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്ന ഒറ്റ ഫലമാണ് പണ്ഡിത, പിണ്ഡാസ്യ അസ്ഥിതി പണ്ഡിത, ആത്മീയമായ അറിവുണ്ടാകും. പക്ഷെ അത് തുലാൻ രാശിയിലാണെങ്കിലോ കന്നി രാശിയിലാണെങ്കിലോ വ്യാഴക്ഷേത്രത്തിലാണെങ്കിലോ ആ ബുധൻ അറിവിൻ്റെ കാരകനാണ്. പക്ഷേ ഇവിടെ ഈ വൃശ്ചികൻ രാശിയിലെ ബുധൻ ഇപ്രകാരം ആത്മീയമായ വിഷയത്തിലേക്കൊന്നും പോകത്തില്ല. വൃശ്ചികത്തിലെ ബുധൻ നല്ല ഫലമല്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ആത്മീയമായ സുഖത്തെ പ്രദാനം ചെയ്യില്ല, നാസ്തികനാകുന്നു. പലപ്പോഴും തൻ്റെ കർമ്മമേഖലയിൽ പല കള്ളത്തരങ്ങളും കളിക്കും. കൺസൾട്ടൻ്റ് ആണെങ്കിൽ, ടാക്സ് കൺസൾട്ടൻ്റ് ആണെങ്കിൽ നല്ലൊരു ടാക്സ് കൺസൾട്ടൻ്റായി ശോഭിക്കാം. എങ്ങനെ സർക്കാരിനെ വഞ്ചിക്കാം, എങ്ങനെ എൻ്റെ ക്ലയൻറ്റിന് 10 കാശ് സേവ് ചെയ്യാം, ഇതിന് ബുധൻ മിടുക്കനാണ്. അതിൽ ധാർമ്മികതയില്ല. അധാർമികതയിലൂടെ കാശ് ലഭിക്കാൻ, കർമ്മമേഖല കൊണ്ടു നടക്കുവാൻ ഇത് വളരെ നല്ലതാണ്. ഫോർ എക്സാമ്പിൾ, ഈ RTO ആയി ബന്ധപ്പെടുന്ന വിഷയത്തിലും ധാരാളം കൈക്കൂലി വാങ്ങി കാശ് സമ്പാദിക്കുവാൻ വളരെ ഔത്സുക്യം കാണിക്കും. ഇപ്പോൾ RTO ഓഫീസർമാർ അല്ലെ പോലീസ് ഓഫീസറാണെങ്കിൽ ജനങ്ങളെ പിടിച്ചു നിർത്തി പിഴിഞ്ഞ് കാശ് വാങ്ങാം. അപ്രകാരം ഏതെല്ലാം രീതിയിൽ രജിസ്ട്രേഷൻ, സർവേ വകുപ്പ്, രജിസ്ട്രേഷനുമായി ബന്ധപ്പെടുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ ഒരു മാസക്കാലം കണ്ടമാനം കാശ് ലഭിക്കാം. രേഖാപരമായ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി കൊടുക്കുക. അതിലൂടെ ദേ ക്യാൻ അക്യുമുലേറ്റ് ഗുഡ് മണി, വെൽത്ത്. ശ്രമിക്കുക. നന്ദി, നമസ്കാരം.